ഹലോ എവരിവൺ, നമ്മളിന്ന് പുതിയൊരു കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്. നമ്മളിപ്പോൾ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ, അതേപോലെ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഒരു കോംപ്ലക്സ് നമ്പറിനെ എന്നൊക്കെ പറഞ്ഞു. ഇനി ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡെഫിനിഷൻ: ലെറ്റ് Z0 ആൻഡ് Z1 be points in a domain D. A contour integral integration f of z dz. ആ ഇൻറ്റഗ്രേഷൻ്റെ താഴെ സി എന്നും കൂടി ഉണ്ട് കേട്ടോ. ഇൻറ്റഗ്രേഷൻ ഓവർ സി എന്നാണ്. ഇൻറ്റഗ്രേഷൻ ഓവർ സി, അതായത് അത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം: ഇൻറ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്നാണ്. Integration over f of z dz is said to be independent of path of its value is the same for all contours C in D with an initial point z0 and terminal point z1. അതായത് നമ്മൾ ഇവിടെ ഒരു കോണ്ടൂർ വരയ്ക്കണം. എന്ത് പറഞ്ഞിട്ടുണ്ട്? സെയിം ഫോർ ഓൾ കോണ്ടൂർ സി. ജസ്റ്റ് ഒരു കോണ്ടൂർ നമ്മൾ വരയ്ക്കണം. ഇപ്പം ഇതാണ് കോണ്ടൂർ എന്ന് വിചാരിക്കാം. ഇത് Z0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ Z1 എന്ന് പറഞ്ഞ പോയിന്റ് രേഖപ്പെടുത്തി. ഇത് Z1ഉം ഇത് Z0 നമ്മൾ അടയാളപ്പെടുത്തി. ഈ Z0ഉം Z1ലും ഇതാണ് നമ്മുടെ പാത്ത് വരുന്നത്. ഇതാണ് സി എന്ന് പറഞ്ഞ പാത്ത്. Z0 ഇനീഷ്യൽ പോയിന്റ് ആയിട്ടും Z1 ഫൈനൽ പോയിന്റ് ആയിട്ടുള്ള അതാണ് നമ്മളുടെ എന്ത് വരുന്നത്? പാത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിന് നമ്മൾ സി എന്നാണ് പറയുന്നത്. ഈ പാത്ത് സീനെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടൂർ മുഴുവൻ ഉള്ളതിനെയാണ് നമ്മൾ ഡി എന്ന് പറയാം, ഡൊമൈൻ. അതിൽ Z0 പറഞ്ഞ ഇനീഷ്യൽ പോയിന്റും Z1 പറഞ്ഞ ഫൈനൽ പോയിന്റും ആണ്. അപ്പൊ Z0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, Z1 അവസാനിച്ചു. അപ്പൊ നമുക്ക് ഒറ്റ പാത്ത് മതി. ഇങ്ങനെ ഇതായിട്ട് വേണ്ട. അതായത് നമ്മളിപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ഡൊമൈനായിട്ട് എടുത്തു. ഇതാണ് നമ്മളുടെ ഡൊമൈൻ ഡി. ഇതിൽ നമുക്ക് ഇനി കോണ്ടൂർ, അതിൽ Z0 പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, Z1 പറഞ്ഞ ഇനീഷ്യൽ പോയിന്റ് ആണ്. Z0 സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ എന്ത് വരിക? സി വരിക. ഓക്കെ, ഇത് Z0, ഇത് Z1. Z0 സ്റ്റാർട്ട് ചെയ്തു, Z1 അവസാനിച്ചു. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും. ഇനി നമ്മൾ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നാണ് മീനിങ്. അതായത് അങ്ങനെ വരണമെങ്കിൽ ഇഫ് ഇറ്റ്സ് വാല്യൂ ഇസ് ദി സെയിം ഫോർ ഓൾ കോണ്ടൂർ സി ഇൻ ഡി വിത്ത് ആൻ ഇനീഷ്യൽ പോയിന്റ് Z0 ആൻഡ് ടെർമിനൽ പോയിന്റ് Z1. അതായത് ഈ ഒരു സിയിലെ ഏതൊരു പോയിന്റ് ഏതൊരു വാല്യൂ എടുത്താലും ആ ഇന്റഗ്രേഷൻ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഈ സി എന്ന് പറഞ്ഞ Z0 ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് ഫൈനൽ പോയിന്റ് Z1 വരുന്ന ആ ഒരു കോണ്ടൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടൂറിന്റെ മേലെ ഏതൊരു പോയിന്റ് എടുത്താലും Z0 Z1 അല്ലാതെ ഏതൊരു പോയിന്റ് എടുത്താലും ആ ഒരു വാല്യൂ നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തേ വരുള്ളൂ? സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാത്തിനെ അല്ലെങ്കിൽ ആ സീനെ ഡിപ്പെൻഡ് ചെയ്യണില്ല പറയാം. ഡിപ്പെൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. Then next theorem: if f is analytic function in a simply connected domain D and C is a contour in D, then integration over C ഉണ്ട് കേട്ടോ. Integration over C f of z dz is independent of the path C. അവിടെ എന്താ പറഞ്ഞു വെച്ചാൽ എഫ് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണ്. എന്താണ് അനലറ്റിക് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാണ്? സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ആൻഡ് സി ഒരു കോണ്ടൂർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണ്. എവിടെ? സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ എഫ് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണ് അണ്ടർ എ കോണ്ടൂർ സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് സി. പാത്ത് സിക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് പറയുന്നത്. എഫ് അനലറ്റിക് ഫംഗ്ഷൻ ആണ്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡിയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിയിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ സപ്പോസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ ഡി ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് such that f dash of z equal to f of z for each z in D, then f is called an antiderivative of f. അതായത് എഫ് എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഡൊമൈൻ ഡി, ഒരു ഡി എന്ന് പറഞ്ഞ ഡൊമൈനിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും.
നമുക്കൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഫോർ ഈച്ച് സെഡ് ഇൻ ഡി. സെഡ് എന്ന് പറഞ്ഞത് ഡിയിലെ എലമെന്റ് ആണ്. ദെൻ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫിന് നമ്മൾ എന്ത് പറയും? സ്മോൾ ലെറ്റർ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയും. ക്യാപിറ്റൽ ലെറ്റർ എഫിനെ സ്മോൾ ലെറ്റർ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ മൈനസ് കോസ് സെഡ് ആണ്. അതെന്താണ്? ഈസ് ആൻ ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ്. സൈൻ സെഡിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് മൈനസ് കോസ് സെഡ്. ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് സെഡ്, സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇന്റഗ്രേഷൻ സൈൻ സെഡ്. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് സെഡ്. ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ്. ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. അപ്പൊ സൈൻ സെഡിന്റെ ഇന്റഗ്രേഷൻ ആണ് മൈനസ് കോസ് സെഡ്. ഈ ഇന്റഗ്രേഷനാണ് നമ്മൾ എന്ത് പറയാം? ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ്, അതായത് സ്മോൾ ലെറ്റർ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സ്മോൾ ലെറ്റർ എഫിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ആന്റി ഡെറിവേറ്റീവ് എന്ന ഇന്റഗ്രേഷൻ വാല്യൂ തന്നെയാണ്. ഓക്കെ, then the antiderivative or indefinite integral of a function f of z is written integration over c. അതിലും integration over c ഉണ്ട്. integration over c f of z dz equal to f of z, capital letter f of z plus c. അതായത് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവിനെ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രേഷൻ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡിനെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് പ്ലസ് സി എന്ന് എഴുതാം. സി ഈസ് ആൻ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ കോംപ്ലക്സിന്റെ കേസാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോംപ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അടുത്തത് ഒരു തിയറാണ് നമ്മൾ പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. Let small letter f be continuous in a domain D and capital letter f be an antiderivative of small f in D. Then for any contour C in D with initial point z0 and terminal point z1, then integration over C. Integration over C and integration over C f of z dz equal to f of z1 minus f of z0. അതായത് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ ഡിയിൽ കണ്ടിന്യൂസ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ്. അതായത് സ്മോൾ ലെറ്റർ എഫിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഇൻ ഡിയിൽ. ദെൻ അങ്ങനെയാണെങ്കിൽ ഏതൊരു കോണ്ടൂർ സി എടുത്താലും വിത്ത് ഇനീഷ്യൽ പോയിന്റ് z0 ആയിട്ടും ടെർമിനൽ പോയിന്റ് z1 ആയിട്ടുള്ള ഏതൊരു കോണ്ടൂർ സി എടുത്താലും നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡിനെ അതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് എന്ന് വരും. അതിൽ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ടെർമിനൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് z1 മൈനസ് എഫ് ഓഫ് z0 എന്ന് വരും. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ സൈൻ എക്സ് 0 to π/2 എന്ന് പറഞ്ഞൊരു അതാണ് അതിന്റെ പാത്ത്. സി എന്ന് പറഞ്ഞത് z0 സ്ഥലത്ത് 0യും ടെർമിനൽ പോയിന്റ് z1 സ്ഥലത്ത് π/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്ത് വരും? സൈൻ്റെ ഇന്റഗ്രേഷൻ കോസ് വരും. സോ കോസ് മൈനസ് കോസ് സെഡ് ഓവർ ഏത് 0 to π/2. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് മൈനസ് കോസ് π/2 മൈനസ് സോ പ്ലസ് കോസ് 0 എന്ന് വരും. മൈനസ് കോസ് π/2 ആണ്. കോസ് π/2ന്റെ വാല്യൂ എന്താ? 0 ആണ്. സോ മൈനസ് കോസ് π/2ന്റെ വാല്യൂ 0 ആണ്. കോസ് 0 പറഞ്ഞാൽ 1. സോ നമുക്ക് എന്ത് വരും? ആൻസർ 1 വരും. അപ്പൊ എഫ് ഓഫ് z1 മൈനസ് എഫ് ഓഫ് z0 എന്ന് നമുക്ക് നേരിട്ടിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ന് പറയാം. ആ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്രയ്ക്ക് ചെറിയൊരു പ്രൂഫ് വരുന്നുണ്ട്, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൂഫും നമുക്ക് നോക്കാം. Let us assume capital letter C to be a smooth curve defined by z equal to z of t. A less than or equal to t less than or equal to b എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ
z equal to z of t എന്ന് പറഞ്ഞൊരു കേർവ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ് സി എന്ന് പറഞ്ഞൊരു പാത്താണ്. അങ്ങനെയാണെങ്കിൽ സിൻസ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്, നമുക്ക് എന്താ അറിയാം, നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ആന്റി ഡെറിവേറ്റീവ്, സ്മോൾ ലെറ്റർ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ ഒരു ഫസ്റ്റ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫോർ ഓൾ സെഡ് ഇൻ സി ഓൺ സി ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം, നമ്മൾ സെഡിന്റെ സ്ഥലത്ത് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സെഡിന്റെ സ്ഥലത്ത് സെഡ് ഓഫ് ടി എന്ന് എഴുതാം, ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി. ഞാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു, നമുക്കറിയാം എ ടു ബി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോണ്ടൂർ ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് ഓഫ് ടി അല്ല കേട്ടോ, സ്മോൾ ലെറ്റർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോർത്ത്. ഇവിടെ നമ്മൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഇത് സ്മോൾ ലെറ്റർ എഫ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം, അത് സ്മോൾ ലെറ്റർ എഫ് ആണ് വരുന്നത്. Then integration a to b f of small letter f of z of t into z dash of t dt എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് അതിന് നമ്മൾ എന്ത് എഴുതി, f small letter f of z of t എന്ന് പറഞ്ഞാൽ f dash of z of t into z dash of t dt ആണ്. ഇനി നമ്മൾ അതിനെ ഡെറിവേറ്റ് ചെയ്യുക. ഡെറിവേറ്റ് ചെയ്യുമ്പോൾ f dash of z of t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡെറിവേറ്റീവ് ഓഫ് f of z of t into z dash of t അറിയാം. അപ്പൊ d by dt of f of z of t dt by chain rule, ചെയിൻ എന്നാണ്, ചെയിൻ അല്ല ചെയിൻ, n ഉണ്ട്, ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രേഷൻ എ ടു ബി ഡി ബൈ ഡി ടി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും പോവും. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി എ ടു ബി എന്ന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. then അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഓഫ് ബി മൈനസ് സെഡ് ഓഫ് എ എന്ന് പറയും. ഇവിടെ സെഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പർ ലിമിറ്റിന് പകരം ഇവിടെ എന്താ, ടെർമിനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റ് ആണ്. ഇവിടെ സെഡ് ഓഫ് ബി പറഞ്ഞാൽ സെഡ് വണ്ണും സെഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സെഡ് നോട്ടും ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഓൾജിബ്ര, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറം പ്രൂഫ് ആണ്. ഇനി കുറച്ച് റിസൾട്ട്സ് ആണ് പറയുന്നത്. ഇഫ് ദി കോണ്ടൂർ സി ഈസ് ക്ലോസ്ഡ് then z not equal to z1 and consequently integration over c f of z dz equal to 0. അതായത് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. അത് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് കോണ്ടൂർ ക്ലോസ്ഡ് ആണെങ്കിൽ എന്നാണ് പറയാം. ക്ലോസ്ഡ് ആയാലാണ് ടെർമിനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും ഈക്വൽ ആവുക. അതായത് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോഴാണ് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഈക്വൽ ആവുക. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് പറയാ, ക്ലോസ്ഡ് കോണ്ടൂർ എന്നാണ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സ്മോൾ ലെറ്റർ എഫ് has an antiderivative capital letter f in d, then integration f of z dz is independent of the path. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എഫ്, അതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ആ പാത്തിന്, അതായത് കോണ്ടൂർ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പാത്തിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഇൻ എ ഡൊമൈൻ ഡി, then f has an antiderivative everywhere in d. ഇനി അടുത്ത പറഞ്ഞത് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, അതിന്റെ ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്, അതിന്റെ പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഹാസ് ആൻ ആന്റി ഡെറിവേറ്റീവ് എവരിവെയർ ഇൻ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ എവിടെ എടുത്താലും, അതായത് ഏതൊരു പോയിന്റ് എടുത്താലും അത് എന്തായിരിക്കും, അത് ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. then f has an ആന്റി ഡെറിവേറ്റീവ് എവരിവെയർ ഇൻ ഡി. ഡിയിൽ എവിടെ എടുത്താലും നമുക്ക് ആ എഫിന് ഒരു ആന്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് ആന്റി ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്
പാത്ത് ഇൻഡിപെൻഡന്റ്, അതായത് ആ ഒരു കോണ്ടൂർ ഇന്റഗ്രേഷൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എഫ് കണ്ടിന്യൂസും ഇന്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻഡിപെൻഡന്റും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫിനൊരു ആന്റി ഡെറിവേറ്റീവ് ഉണ്ടാവും എവിടെ, ആ ഒരു ഡൊമൈനിൽ. ഓക്കെ, അപ്പം ഒരു 3 റിസൾട്ട് ആണുള്ളത്. ഇനി അടുത്തത് ഒരു എക്സിസ്റ്റൻസ് ഓഫ് ആൻ ആന്റി ഡെറിവേറ്റീവ്. ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. If small letter f is analytic in a simply connected domain D, then small letter f has an antiderivative in D. That is, there exists a function capital letter F such that f dash of z equal to f of z for all z in D. അതായത് സ്മോൾ ലെറ്റർ എഫ് അനലറ്റിക് ഫംഗ്ഷൻ ആണ്. ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണ് സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ എഫിന് ഒരു ആന്റി ഡെറിവേറ്റീവ് ഉണ്ട് ഡിയിൽ. അതായത് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആന്റി ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ക്യാപിറ്റൽ ലെറ്റർ എഫ് എക്സിസ്റ്റ് ചെയ്യും, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് പറഞ്ഞത്. അതായത് എഫ് അനലറ്റിക് ആണ് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ 2 പ്രോബ്ലംസ് നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇന്റഗ്രൽസ് വേർ സി ഈസ് എനി കോണ്ടൂർ ഫ്രം സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു ഐ. സി എന്ന് പറഞ്ഞത് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സെഡ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞ പോയിന്റിൽ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ ആണ് നമ്മൾ എന്ത് പറയുക, സി എന്ന് പറഞ്ഞത്. ഇതിന് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം ഇന്റഗ്രേഷൻ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡും അതേപോലെ ഇന്റഗ്രേഷൻ ഓവർ സി ഇ റേസ് ടു പൈ സെഡ് ഡി സെഡും ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് നോക്കണം, കണ്ടിന്യൂസ് ആണോ നോക്കണം. സെഡ് സ്ക്വയർ പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്തായിരിക്കും, നമുക്ക് ആന്റി ഡെറിവേറ്റീവ് കാണണം. ഈ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്തുണ്ടായിരിക്കും, ഒരു ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആന്റി ഡെറിവേറ്റീവ് കാണണം. ആന്റി ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെഡ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ സെഡ് ക്യൂബ് ബൈ 3 എന്ന് വരും. ഈ സെഡ് ക്യൂബ് ബൈ 3 ആണ് എന്ത്, ഈ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡിന്റെ ആന്റി ഡെറിവേറ്റീവ്. എഫ് ഓഫ് സെഡ് ആസ് ആൻ ആന്റി ഡെറിവേറ്റീവ് capital letter f of z equal to z cube by 3. For every complex number z, hence by the fundamental theorem, integral of f of z along C where C is any contour joining 0 to 1 plus I depends only on the end points 0 and 1 plus I. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താ, എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, പിന്നെ അതിന് ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഡിപ്പെൻഡ് ചെയ്യുക എന്തിനാണ്, ആ എൻഡ് പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതായത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിന് ഒരു ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എഴുതാം. ഈ സെഡ് വണ്ണും സെഡ് നോട്ടും എന്ന് പറഞ്ഞാൽ എന്താ, ടെർമിനൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ പറഞ്ഞത്. എഫ് ഓഫ് സെഡ് ആസ് ആൻ ആന്റി ഡെറിവേറ്റീവ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു, നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെഡ് സ്ക്വയർ തന്നു. അതിന്റെ ആന്റി ഡെറിവേറ്റീവ് നമുക്ക് കണ്ടെത്തണം. അതിന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത സെഡ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താ, സെഡ് ക്യൂബ് ബൈ 3. സെഡ് ക്യൂബ് ബൈ 3 കണ്ടു. ഇനി ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എല്ലാ സ്ഥലത്തും. ഈ കോംപ്ലക്സ് നമ്പർ അതൊരു ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും നമുക്ക് ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആന്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡിന്റെ ഇന്റഗ്രേഷൻ, അതായത് സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡിന്റെ ആന്റി ഡെറിവേറ്റീവ് ആകെ ഡിപ്പെൻഡ് ചെയ്യുക എന്തിനാണ്, ആ ക്യാപിറ്റൽ ലെറ്റർ സി, അതായത് ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ ആ ഒരു കോണ്ടൂർ, ആ ഒരു പാത്തിനെ 0 to 1 plus I എന്ന് പറഞ്ഞ പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രേഷൻ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ 0 to 1 plus I എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എഫ് ഇൻറ്റു സെഡ് വൺ. ഇവിടെ ടെർമിനൽ പോയിന്റ് എന്താ, 1 plus I മൈനസ് എഫ് ഓഫ് 0. ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് ക്യൂബ് ബൈ 3 ആണ്. ഈ സെഡിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 plus I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 plus I ഓൾ ക്യൂബ് ബൈ 3 മൈനസ് 0 by 3 എന്ന് വരും. ഓക്കെ, 0 by 3 ദാറ്റ് ഈസ് 1 plus I ഓൾ ക്യൂബ് ബൈ 3 മൈനസ് 0 എന്ന് വരും. അപ്പോൾ ഈ 1 plus I ഓൾ ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 by 3 ഇൻറ്റു മൈനസ് 1 by 3 എന്ന് വരും. സോറി, മൈനസ് 1 plus I എന്ന് വരും. അതാണ് എൻ്റെ
ആൻസർ, ഫൈനൽ ആൻസർ. Then next f of z equal to e raised to pi z ആണ് പറഞ്ഞത്. അതും ഇതേപോലെ എന്താണ്, എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇന്റഗ്രേഷൻ കാണണം. അതായത് ഈ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡിന്റെ ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു പൈ സെഡ് ബൈ പൈ എന്നാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് വരിക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ ഇ റേസ് ടു പൈ സെഡ് ബൈ പൈ. ദെൻ അതിന്റെ എന്താണ്, ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, 0 to 1 plus i ആണ് അതിന്റെ ടെർമിനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഇ റേസ് ടു പൈ സെഡ് ഡി സെഡ് നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രേഷൻ 0 to 1 plus i സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് ഡി സെഡ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 plus i മൈനസ് എഫ് ഓഫ് 0 എന്ന് വരും. ഇനി ഇതാണ് നമ്മളുടെ എഫ് ഓഫ് സെഡ്. ഈ എഫ് ഓഫ് സെഡിൽ സെഡിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 1 plus i എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ എന്ത് വരും, ഇ റേസ് ടു പൈ ഇൻറ്റു 1 plus i ഡിവൈഡഡ് ബൈ മൈനസ് e raised to 0 by pi. Then e raised to 0 പറഞ്ഞാൽ 1. So 1 by pi എന്ന് വരും. Okay, 1 by pi. Minus 1 by pi into, അതായത് ഇവിടെ e raised to 0 by pi എന്ന് പറഞ്ഞാൽ 1 by pi. e raised to pi ഇവിടെ എന്ത് വരും, e raised to pi into ഇവിടെ e raised to I pi divided pi minus 1 by pi എന്ന് വരും. ഇവിടെ e raised to I pi by e raised to I pi എന്ന് പറഞ്ഞാൽ e raised to I pi എന്ന് പറഞ്ഞാൽ cos pi plus I into sin pi ആണ്. e raised to I pi എന്ന് പറഞ്ഞാൽ cos pi plus I into sin pi. അതിന്റെ വാല്യൂ -1 ആണ് വരിക. ഓക്കെ, അതിന്റെ വാല്യൂ -1 ആണ് വരിക. ദെൻ നമുക്ക് എന്ത് വരും, -1 by pi into e raised to pi plus 1 ആൻസർ വരും. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ എന്താണ് പാത്ത്, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്, എന്താണ് ആന്റി ഡെറിവേറ്റീവ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, പിന്നെ ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറഞ്ഞൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് അത്, പിന്നെ 2 പ്രോബ്ലംസ് ചെയ്തു, പിന്നെ കുറച്ച് റിസൾട്ട്സും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. സോ താങ്ക് യു.